നമസ്കാരം, മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രതീഷ് സരസ്വതി. അപ്പോൾ ഇന്ന് നമ്മളുടെ നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു. എക്സ്പയറി എന്നാൽ വളരെ ശാന്തമായിട്ടുള്ള ഒരു എക്സ്പയറി തന്നെയായിരുന്നു. രാവിലത്തെ ഒരു വലിയ ഗ്യാപ് ഡൗൺ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നിഫ്റ്റി അതിശാന്തമായിട്ട് തന്നെ നിൽക്കുന്ന രീതിയാണ് കാണുവാൻ സാധിച്ചത്. അപ്പോൾ എന്തായിരുന്നു മാർക്കറ്റിൽ സാധാരണ സംഭവിക്കാറുണ്ടായിരുന്നത്? പൊതുവേ എക്സ്പയറി എന്നത് വളരെ ഭീകരമായിട്ടുള്ള മൂവ്മെൻറ്റുകളായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ അതൊന്നും ഇന്ന് കാണുവാൻ സാധിച്ചില്ല. ആ ഒരു ഗ്യാപ് ഡൗൺ സംഭവിച്ചു എന്ന സത്യം തന്നെയാണ്. അതിനുശേഷം മാർക്കറ്റ് വളരെ സമാധാനപരമായിട്ട് തന്നെ നീങ്ങി അവസാനിക്കുന്നതാണ് കാണുവാൻ സാധിച്ചത്. ഇന്നലെ പലരും അഗ്രസീവ് ട്രേഡ് എടുക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു ഇവന്റ് ഇവിടെ ഉണ്ടായിരുന്നു. US-ന്റെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ആയിരുന്നു അത് തീർച്ചയായിട്ടും ഒരു 25 ബേസിസ് പോയിന്റിന്റെ കട്ട് ഓൾറെഡി വന്നിട്ടുണ്ട്. അത് ആളുകൾ പ്രതീക്ഷിച്ചത് തന്നെയായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് മാർക്കറ്റ് ഇത്രമാത്രം ഇടിയാൻ കാരണമെന്നത്, ഇന്നലത്തെ US-ന്റെ കേസ് എടുത്താൽ തന്നെയും ഈ 25 ബേസിസ് പോയിന്റ് ഓൾറെഡി അവർ കട്ട് ചെയ്തു. പക്ഷെ അതിനുശേഷം ജെറോം പവലിന്റെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. ആ സ്പീച്ചിലാണ് നമ്മളുടെ മാർക്കറ്റ് ആയാലും US മാർക്കറ്റ് ആയാലും നല്ല രീതിയിൽ താഴേക്ക് ക്രാഷ് ആവുന്നത് കാണുവാൻ സാധിച്ചത്. നേരത്തെ 2025 നിരവധി കട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യത, റേറ്റ് കട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷെ ഇന്നലെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു കട്ടിനുള്ള സാധ്യതകൾ കുറവാണ് എന്ന രീതിയിലാണ് അദ്ദേഹത്തിന് ഇന്നലെ സംസാരിച്ചത്. അപ്പോൾ ആ സംസാരത്തിന് ശേഷം ഒരു 5 മിനിറ്റ് കൊണ്ടായിരുന്നു മാർക്കറ്റ് അതിഭയങ്കരമായിട്ട് US മാർക്കറ്റ് ക്രാഷായി താഴേക്ക് വീഴുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെയായിരുന്നു നമ്മളുടെ ഗിഫ്റ്റ് നിഫ്റ്റിയും ക്രാഷായി വീഴുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിച്ചു. അപ്പോൾ അതിന്റെ ഫലമായിരുന്നു ഇന്ന് രാവിലെ മാർക്കറ്റ് ഒരു 300 പോയിന്റിന് മുകളിലുള്ള ഒരു നല്ല ക്രാഷ് നമുക്ക് കാണുവാൻ സാധിച്ചു. മാർക്കറ്റിൽ ഇതുപോലുള്ള ക്രാഷുകൾ കാണുമ്പോൾ അത് പാനിക് ആവുകയല്ല, അത് ഒരു ബൈയിങ് അവസരമായിട്ട് യൂസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അത് പ്രത്യേകിച്ച് സ്റ്റോക്കുകൾ വാങ്ങണമെന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് നല്ല നല്ല മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഭാവിയിൽ ഒരു നല്ല ഇൻവെസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഭാവിയിൽ നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യമാണ് ഇങ്ങനെയുള്ള ക്രാഷുകൾ എന്ന് കരുതുക. അല്ലാതെ പാനിക്കായി നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്കുകൾ വിറ്റ് മാറുകയല്ല ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളുടെ ഈ ഒരാഴ്ച ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി നമ്മൾ പുതിയ ഒരാഴ്ചയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നാളെ നമ്മൾ നിഫ്റ്റിയുടെ മന്ത്ലി എക്സ്പയറിയിലേക്കുള്ള യാത്രയിൽ നമ്മൾ ഇനി പോകാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇനി മാർക്കറ്റിന്റെ ഒരു കണ്ടീഷൻ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നിഫ്റ്റിയുടെ 1 ഡേ ചാർട്ടിലേക്കാണ്. നേരത്തെ നമ്മൾ വ്യക്തമായിട്ട് നിങ്ങളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എങ്കിലും നമ്മളുടെ ആ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണിനെ കുറിച്ച് തന്നെയാണ് വീണ്ടും നമ്മൾ സംസാരിച്ചു വരുന്നത്. അപ്പോൾ അത് അതേ രീതിയിൽ വർക്ക് ആവുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത ശേഷം മുകളിലേക്ക് പോകുന്നു, അതിനുശേഷം ഒരു ഷോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു, അതിനുശേഷം നേരെ ഒരു ഹെഡ് ക്രിയേറ്റ് ചെയ്യുന്നു, അതിനുശേഷം താഴേക്ക് വരുന്നു, ശേഷം വീണ്ടും ഒരു ഷോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു. ഷോൾഡർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഇത് ഒരു ബുള്ളിഷ് മൊമെന്റത്തിന്റെ സൂചനയല്ല, തീർച്ചയായിട്ടും ഇവിടെ ഒരു ക്രാഷിന് സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു അല്ലേ. അത് തന്നെയാണ് താഴേക്ക് ഇവിടെ നടന്നിരിക്കുന്നത്. ഇനി എന്ത് സംഭവിക്കും എന്നതാണ് ഇനി മുന്നോട്ടുള്ള ആഴ്ചകൾ നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ എന്തായിരിക്കാം സാധ്യതകൾ വെച്ചാണ് നമ്മൾ പറയുന്നത്, ഡാറ്റകൾ വെച്ചുള്ള സാധ്യതകൾ വെച്ചാണ് തീർച്ചയായിട്ടും നമ്മൾ സംസാരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന മാർക്കറ്റിൽ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് ക്രാഷായി താഴേക്ക് വീഴുമെന്നല്ല പറയുന്നത്. ഒരു പക്ഷേ ഇവിടെ നിന്നും തീർച്ചയായിട്ടും ഒരു റീട്രേസ് എടുത്ത് മുകളിലേക്ക് നീങ്ങുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ റീട്രേസ് എന്നത് 24,200 എന്ന റേഞ്ച് തീർച്ചയായിട്ടും ഒരു പ്രധാനപ്പെട്ട റേഞ്ചാണ്. 200 എന്ന റേഞ്ചിനടുത്ത് വന്ന ശേഷം മാർക്കറ്റ് അല്പം കൺസോൾട്ടേഷൻ നടത്തുകയോ അതല്ല അവിടെ നിന്നൊരു ക്രാഷ് ആണോ താഴേക്ക്. ഇനി അതുമല്ല മറ്റൊരു കാര്യം എന്നാൽ തീർച്ചയായിട്ടും ഇവിടെ നിന്നും മുകളിലേക്ക് പോയ ശേഷം ഒരു 24,500 എന്ന റേഞ്ചിനടുത്തേക്കൊക്കെ മാർക്കറ്റ് നീങ്ങുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് 2 റേഞ്ചുകൾ നോക്കാം. ഇവിടെ നിന്നും മാർക്കറ്റ് മുകളിലേക്ക് നീങ്ങി 24,200, 24,500 എന്നീ റേഞ്ചുകൾ വളരെ പ്രധാനപ്പെട്ട റേഞ്ച് ആവുന്നു. ഞാൻ ഇന്നലെ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിരുന്നു, 24,500 എന്ന റേഞ്ച് ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയാൽ ഒരു ബുൾ മൊമെന്റം എന്നാണ് നിങ്ങളോട് സംസാരിച്ചത് അല്ലേ. പക്ഷെ അതല്ല. ശരിക്കും ഇപ്പോൾ മാർക്കറ്റിന്റെ കണ്ടീഷൻ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് 24,800 എന്ന ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് മൊമെന്റത്തിൽ പോയി ക്ലോസ് ചെയ്യുകയും അവിടെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് കണ്ടാൽ മാത്രമേ നമുക്ക് ഇനി ഒരു മാർക്കറ്റിനെ, ഇന്ത്യൻ മാർക്കറ്റിനെ ഒരു ബുള്ളിഷ് രീതിയിലേക്ക് കാണുവാൻ സാധിക്കൂ എന്നതാണ് സത്യം. അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടുത്തെ ആ ഒരു റെസിസ്റ്റൻസ് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് കൂടി നമുക്ക് നോക്കാം. ഇനി മാർക്കറ്റ് താഴേക്ക് വന്നാൽ തന്നെ ഇവിടെ തൊട്ട് താഴെ 200 മൂവിംഗ് ആവറേജ് ഉണ്ട്. അപ്പോൾ താഴേക്ക് വരികയാണ് എങ്കിൽ 23,800 എന്ന് പൊതുവെ ഒരു തത്വത്തിൽ പറയാമെങ്കിൽ തന്നെയും ശരിക്കും അതിന്റെ സപ്പോർട്ട് എന്നത് 23,700 എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് എന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ 23,700 എന്നത് ഒരു നല്ല സപ്പോർട്ടായിട്ട് പ്രവർത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഭാഗം ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ മാർക്കറ്റിൽ ശക്തമായിട്ടുള്ള ഒരു കറക്ഷനിലേക്ക് പോകാനുള്ള സാധ്യതയുള്ളൂ മാർക്കറ്റ്.
അപ്പോൾ മാർക്കറ്റ് എവിടൊക്കെ നിന്ന് സപ്പോർട്ട് എടുക്കാമെന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ നിലവിലുള്ള ഭാഗത്ത് നിന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള സാധ്യത വന്നാൽ എവിടൊക്കെ പോകാം അത് പറഞ്ഞു കഴിഞ്ഞു നമ്മൾ. അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ എവിടൊക്കെ സപ്പോർട്ട് എടുക്കാമെന്നും നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു പക്ഷേ മാർക്കറ്റിന്റെ ഇത്രയും നാളത്തെ മൂവ്മെന്റിന് ശേഷം ഒരു ചെറിയ കൺസോൾട്ടേഷനും ഇവിടെ ഉണ്ടാവാം. മാർക്കറ്റ് ഒരിക്കലും ഒരേ റേഞ്ചിൽ ഇതുപോലെ താഴേക്കോ അല്ലെങ്കിൽ മുകളിലേക്കോ കയറി പോകുമെന്നല്ല. ഇങ്ങനെ മാർക്കറ്റ് പോകുമ്പോൾ പലപ്പോഴും ഇത് കൺസോൾട്ടേറ്റ് ചെയ്യുകയും പതുക്കെ മുകളിലേക്ക് പോവുകയും അങ്ങനെയൊക്കെയാണ് മാർക്കറ്റ് നീങ്ങുന്നത്. അല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് ഇവിടെ ഈ ഭാഗങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അല്ലാതെ ഈ വരയ്ക്കുന്നത് പോലെ തന്നെ മാർക്കറ്റ് പോകണമെന്ന് നിർബന്ധം പിടിക്കരുത്. പക്ഷെ മാർക്കറ്റിന്റെ ഒരു സ്വഭാവം ഏറെക്കുറെ നമ്മൾ മനസ്സിൽ വെച്ച് വേണം ട്രേഡ് ചെയ്യാൻ. നമുക്കിനി നിഫ്റ്റിയിൽ വീക്ക്ലി ചാർട്ടിലേക്ക് വരാം. വീക്ക്ലി ചാർട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. കണ്ടില്ലേ, അതിഭീകരമായിട്ടുള്ള ഒരു റെഡ് ക്യാൻഡിലാണ് ഇവിടെ വീക്ക്ലി ക്യാൻഡിൽ ഫോം ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് നമുക്കൊരു ബുൾ മാർക്കറ്റ് ആണ് ഇത് എന്ന് നമുക്ക് പറയാൻ സാധിക്കുക? ടെക്നിക്കലി നമുക്കിത് പറയാൻ സാധിക്കത്തില്ല. അപ്പോൾ നല്ലൊരു ബെയറിഷ് രീതിയിലുള്ള ക്യാൻഡിലാണ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാർക്കറ്റ് ഇനി മുകളിലേക്ക് പോകണമെങ്കിൽ തീർച്ചയായിട്ടും 24,800 എന്ന റേഞ്ച് ബ്രേക്ക് ചെയ്യാതെ ഒരിക്കലും മാർക്കറ്റ് ഇനി തിരിച്ചൊരു ബുള്ളിഷിലേക്ക് പോകുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വീക്കിലി ക്യാൻഡിൽ ഇനി മുകളിലേക്ക് പോയാൽ തന്നെയും കണ്ടില്ലേ 24,200 എന്ന ഈ ഒരു പ്രധാനപ്പെട്ട റേഞ്ച് വരെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. ഇനി ഈ റേഞ്ച് ബ്രേക്ക് ചെയ്താലോ തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട 24,500 എന്ന ഈ ഒരു റേഞ്ചിലേക്ക് വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ റേഞ്ചുകൾ നിങ്ങൾ മാർക്ക് ചെയ്യുക. ഇനി താഴേക്ക് വന്നാലുള്ള പ്രധാനപ്പെട്ട സപ്പോർട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 23,700 എന്ന റേഞ്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടാണെന്ന് പറഞ്ഞു. അതൊക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നീടുള്ള കഥയാണ്, നമുക്ക് പിന്നീട് സംസാരിക്കാവുന്നതാണ്. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയിലേക്കാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് സംസാരിച്ചതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു സ്വഭാവത്തെക്കുറിച്ച്. ബാങ്ക് നിഫ്റ്റി നല്ലൊരു ബെയറിഷിലേക്ക് വരുന്നു എന്ന് നമ്മൾ എപ്പോഴാണ് പറഞ്ഞത്? നമ്മൾ ആദ്യ ദിവസത്തെ ആ ഒരു കറക്ഷൻ കണ്ടപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഈ പ്രധാനപ്പെട്ട സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ടാണെന്ന് പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ ആ സപ്പോർട്ടിനെ വളരെ ശക്തമായിട്ട് ബ്രേക്ക് ചെയ്തു. ആ ബ്രേക്ക് ചെയ്ത ശേഷം ബാങ്ക് നിഫ്റ്റിയിൽ നല്ലൊരു ബെയറിഷിലേക്ക് ബാങ്ക് നിഫ്റ്റി വരുന്നു പറഞ്ഞിരുന്നു. നല്ല രീതിയിലുള്ള ഒരു ഗ്യാപ് ഡൗൺ വന്ന ശേഷം മാർക്കറ്റ് ആ ഒരു ബെയറിഷ് ടെറിട്ടറി തന്നെ നിൽക്കുകയും ചെയ്യുന്നു. പക്ഷെ നിങ്ങൾ ഇവിടെ കാണുന്ന മറ്റൊരു കാര്യമുണ്ട്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇതൊരു പ്രൈസ് സോൺ ആണ്. നിങ്ങൾ ഈ ഏരിയ എടുത്ത് നോക്കിയാൽ കാണുവാൻ സാധിക്കും ഇത് പ്രധാനപ്പെട്ട ഒരു പ്രൈസ് സോണിലേക്കാണ് ബാങ്ക് നിഫ്റ്റി വന്ന് വീണിരിക്കുന്നതെന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ഈ പ്രൈസ് സോണിലേക്ക് വന്ന് വീണിരിക്കുന്നു. ഒരു പക്ഷേ ബാങ്ക് നിഫ്റ്റി ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്യുകയോ അതല്ല ചെറിയ രീതിയിൽ മുകളിലേക്കൊന്ന് റീട്രേസ് എടുക്കാനുള്ള ശ്രമം നടത്തുകയോ ചെയ്യാം. ഇത് മാത്രമല്ല, ഞാൻ നിഫ്റ്റിയുടെ കാര്യത്തിൽ പറഞ്ഞപ്പോൾ മറന്നുപോയൊരു കാര്യമാണ്, ഇവിടെ ഒരു ഗ്യാപ് ഫില്ലിംഗ് എന്ന സംഭവം കൂടിയുണ്ട്. തീർച്ചയായിട്ടും മാർക്കറ്റ് റീട്രേസിലേക്ക് മുകളിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി അതല്ല, ഈ പ്രൈസ് സോണിൽ നിന്നും രക്ഷപ്പെട്ട് വീണ്ടും താഴേക്കാണ് മാർക്കറ്റ് വീഴുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ താഴെയുള്ള നമ്മുടെ ഈ റെസിസ്റ്റന്റ് ലൈൻ വിത്ത് ഈ ഒരു 200 മൂവിങ് ആവറേജ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. മാർക്കറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടായിട്ട് ഈ റേഞ്ച് പ്രവർത്തിക്കും. അപ്പോൾ ഇതാണ് മാർക്കറ്റിന്റെ ഒരു കണ്ടീഷൻ. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നതാണ് നിഫ്റ്റിയുടെ ആ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണിനെ കുറച്ചുകൂടെ പവർഫുൾ ആക്കണമെങ്കിൽ ആര് വേണമെന്ന് പറഞ്ഞിരുന്നു? നമ്മളുടെ ആ ബാങ്ക് നിഫ്റ്റി വേണമെന്ന് പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ ആ ബാങ്ക് നിഫ്റ്റി സപ്പോർട്ട് ചെയ്താലേ അതിന്റെ ആ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ കംപ്ലീറ്റ് ആവത്തുള്ളൂ എന്ന് പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ സഹായത്തോടെയാണ് നിഫ്റ്റി ആ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ പൂർത്തീകരിച്ചിരിക്കുന്നത്. പൂർത്തീകരിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല, ഏറെക്കുറെ പൂർത്തീകരണത്തിലേക്ക് വന്നത് മാത്രമേ ഉള്ളൂ. ഇനി മുന്നോട്ടുള്ള ദിവസങ്ങൾ നമ്മൾ പറയുന്ന ആ സപ്പോർട്ട് റെസിസ്റ്റൻസും ഒക്കെ വാച്ച് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഓർക്കുക. നമ്മൾ നേരെ ഇന്ത്യ വിക്സിന്റെ കേസിലേക്ക് വന്നാലും ഇന്നും ഇന്ത്യ വിക്സ് 1% അടുത്തൊരു സ്പൈക്ക് രേഖപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇന്ത്യ വിക്സും അല്പം സ്പൈക്ക് രേഖപ്പെടുത്തി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും മാർക്കറ്റിൽ അഗ്രസീവ് ആയിട്ടുള്ള ട്രേഡുകൾ ചെയ്യാതിരിക്കുക, സേഫ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് മാർക്കറ്റിന്റെ സ്വഭാവങ്ങളൊക്കെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയം നമ്മൾ മറ്റൊരു കാര്യം ഇവിടെ നോക്കേണ്ടത്, നോക്കൂ, US-ന്റെ 10-year ഗവൺമെന്റ് ബോണ്ടാണ്. ശരിക്കും അതൊക്കെ വളരെയധികം ഉയർന്നിരിക്കുന്നു. 4.5%ലേക്കാണ് അത് ഉയർന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ FIAs-നെ സംബന്ധിച്ച് നമ്മുടെ മാർക്കറ്റിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നാൽ അവർക്ക് ഒരിക്കലും താല്പര്യം കാണില്ല. അവർ തീർച്ചയായിട്ടും US-ന്റെ ഈ ഒരു ഗവൺമെന്റ് ബോണ്ടിലൊക്കെ ആയിരിക്കും അവർ ഇൻവെസ്റ്റ് ചെയ്യുക. അവർക്ക് ഒരുപാട് സപ്പോർട്ട് ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള പ്രസിഡന്റ് നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ നമ്മുടെ മാർക്കറ്റിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളാണെന്ന് കാണുവാനും സാധിക്കുന്നു. അതിനോടൊക്കെ ചേർത്ത് വായിക്കാവുന്ന മറ്റൊരു കാര്യമാണ് US ഡോളറിനെതിരെ ഇന്ത്യൻ റുപ്പീസിന്റെ ഒരു സ്ട്രെങ്ത് എന്നത്. നോക്കൂ, US ഡോളറിനെതിരെ ഇന്ത്യൻ റുപ്പീസിന്റെ ഒരു പവർ നന്നായി കുറയുന്നതായിട്ട് ഇവിടെ കാണുവാൻ സാധിക്കുന്നു. അതായത് US ഡോളർ ശക്തി പ്രാപിക്കുകയും ഇന്ത്യൻ റുപ്പീസിന്റെ ആ ഒരു പവർ കുറയുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും FIAs-ന്റെ ഒരു താല്പര്യം ഇന്ത്യൻ മാർക്കറ്റിൽ നന്നായി കുറയുന്നതിനുള്ള കാരണം ഇതൊക്കെ തന്നെയാണ് എന്നതാണ് സത്യം. നമുക്കത് കൂടുതൽ മനസ്സിലാവുന്നത് FIAs-ന്റെ ഡീറ്റെയിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വ്യക്തമായിട്ട് മനസ്സിലാവും. നമുക്കത് ക്യാഷ് മാർക്കറ്റിന്റെ കേസിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ന് എന്താണ് മാർക്കറ്റിൽ സംഭവിച്ചത് നമുക്ക് നോക്കാം. നോക്കൂ, 4,225 കോടിക്ക് FIAs സെല്ല് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്.
നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 3900 സംതിങ്ങിന് DIs ഇവിടെ ബൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ FIIസിന്റെ സെല്ലിംഗ് ആണ് ഇവിടെ ഒരു വിഷയമായിട്ട് നിൽക്കുന്നത്. കാരണം FIIs എന്ത് ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സും അവരുടെ കൂടെ ആയിരിക്കും നിൽക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മാർക്കറ്റ് താഴേക്ക് വീഴുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ താഴേക്ക് മാർക്കറ്റ് വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങുവാനുള്ള അവസരങ്ങളാണ് ഇത് ശരിക്കും. അല്ലാതെ പാനിക്കായിട്ട് വിറ്റൊഴിവാക്കി ഓടി പോവുകയല്ല ചെയ്യേണ്ടത്. അത് വേറൊരു വശം. ഇവിടെ നമ്മൾ സംസാരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും എടുത്ത് സംസാരിക്കുന്നുണ്ടല്ലേ. ഇവിടെ കൂടുതൽ നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുന്നത് ട്രേഡേഴ്സിനെ സംബന്ധിച്ചാണ്. തീർച്ചയായിട്ടും ട്രേഡേഴ്സിന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. ഇങ്ങനെ മാർക്കറ്റ് മുകളിലേക്ക് പോയാലും താഴേക്ക് പോയാലും ട്രേഡേഴ്സിന് അവസരമുണ്ടല്ലേ. ഇനി ഇൻവെസ്റ്റേഴ്സ് ആയിക്കോട്ടെ, അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതിനെ പ്ലെഡ്ജ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് ഓപ്ഷൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലേ. ഓപ്ഷനെ കുറിച്ച് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാർക്കറ്റ് എത്ര ക്രാഷ് ആയാലും ഈസി ആയിട്ട് പൈസ ഉണ്ടാക്കാനുള്ള മാർഗ്ഗങ്ങൾ ഇവിടെ മാർക്കറ്റിൽ തന്നെ ഉണ്ട് എന്ന് ഓർക്കുക. ഇത് കാര്യങ്ങൾ അറിയാത്ത ആളുകളാണ് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഓൺലൈൻ കോഴ്സ് ഉണ്ട്. വളരെ സിമ്പിളാണ്. ഇത് റെക്കോർഡ് വീഡിയോ ആണ്. ഏതൊരു കൊച്ചുകുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിൽ മലയാളത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു ക്ലാസ് ആണ്. താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇനി പോകാൻ പോകുന്നത് ഇൻഡെക്സ് ഓപ്ഷനിൽ FIIസിന്റെ പ്രോസിന്റെ ഒക്കെ ഒരു സ്വഭാവം എങ്ങനെയാണെന്ന് നോക്കാം. ശരിക്കും ഇന്ന് നമ്മൾ ഇത് നോക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം ഒരു എക്സ്പയറി കഴിഞ്ഞതാണല്ലേ. എങ്കിലും ഇനി വരാൻ പോകുന്ന മന്ത്ലി എക്സ്പയറിയാണ്. അതുകൂടി വെച്ച് നോക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇത് നോക്കുന്നത്. നമുക്ക് ഇവിടെ കോൾ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ കോൾ ഇവിടെ സെല്ല് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ കാണുന്നത് അല്ലേ. പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ ചെറിയ എമൗണ്ടെങ്കിലും കോൾ ഇവിടെ ബൈ ചെയ്തിട്ടുണ്ട്. വലിയൊരു പാർട്ടിസിപ്പേഷൻ അവരുടെ ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് കാണുന്നു. പക്ഷെ നേരെ ഇങ്ങോട്ട് വരൂ, പുട്ടിലേക്ക് വരൂ. നിങ്ങൾ പുട്ടിലേക്ക് വരുമ്പോൾ അവർ പുട്ട് ഇവിടെ ബൈ ചെയ്തിരിക്കുകയാണ്. പുട്ട് ബൈ ചെയ്താൽ തീർച്ചയായിട്ടും നല്ലൊരു ബെയറിഷിലേക്ക് 4.55 ലാഖിനാണ് പുട്ട് ബൈ ചെയ്തേക്കുന്നത്. അപ്പോൾ FIIസിന്റെ ആ ഒരു ഭാഗം ബെയറിഷിലേക്ക് പോകുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. നേരെ നമുക്ക് പ്രോസിന്റെ കണ്ടീഷനിലേക്ക് വരാം. പ്രോസിന്റെ കണ്ടീഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കൂ, ഇവിടെ കോൾ ഇവിടെ സെല്ല് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുവെങ്കിലും ഓൾറെഡി ഇവിടെ ചേഞ്ചസ് നിങ്ങൾ നോക്കുക. ഇന്ന് അവർ എന്താണ് കൂടുതൽ ചെയ്തിരിക്കുന്നത്? 5.26 ലാഖിന് അവർ കോൾ ബൈ ചെയ്തേക്കുവാണെന്ന് കാണാൻ സാധിക്കുന്നു. ശരിക്കും അതൊരു ബുള്ളിഷ് ആണെന്ന് കാണുവാൻ സാധിക്കുന്നു. നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പുട്ട് അവരിവിടെ ബൈ ചെയ്തേക്കുന്നത് കാണുന്നു. ചെറിയ എമൗണ്ട് മാത്രമാണ് ഇവിടെ പുട്ട് ബൈ ചെയ്തേക്കുന്നത്. 1.26 ലാഖ് ആണെന്ന് കാണാൻ സാധിക്കുന്നു. നിലവിൽ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒരു ടൈറ്റ് റേഞ്ച് ആയിട്ടാണ് കാണുവാൻ സാധിക്കുന്നത്. കാരണം ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ മാത്രമേ തീർച്ചയായിട്ടും നമുക്ക് മാർക്കറ്റിന്റെ ഡേറ്റ വെച്ച് നമുക്ക് മാർക്കറ്റിനെ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഇനി നാളെ വെള്ളിയാഴ്ചയാണ്, അത് കഴിഞ്ഞാൽ തിങ്കളാഴ്ച, ഈ ദിവസങ്ങളിലൊക്കെ ആയിരിക്കും മാർക്കറ്റ് ഇനി എങ്ങോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് ഡേറ്റകൾ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഫ്യൂച്ചറിന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാലും നല്ല രീതിയിലുള്ള ഒരു സെല്ലിംഗ് രീതിയിലേക്ക് FIIs വരുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നു. കുറച്ച് സെല്ലിംഗ് കൂട്ടിയതായിട്ടാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇനി DIസിന്റെ കേസ് നോക്കിയാലും സെല്ലിംഗ് രീതി തന്നെയാണ് തുടരുന്നതെന്ന് കാണുവാൻ സാധിക്കുന്നു. പ്രോസിന്റെ കണ്ടീഷൻ നോക്കിയാലും അതേ സെല്ലിംഗ് രീതി തന്നെയാണ് ഇവിടെ നടക്കുന്നതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ക്ലൈന്റ് നേരത്തെ കൂട്ട് തന്നെ ഇവിടെ ബുള്ളിഷ് എന്ന രീതിയിൽ നിലനിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ മാർക്കറ്റ് ഓവറോൾ നോക്കുവാണെങ്കിൽ ആ ഒരു ബെയറിഷ് രീതി നിലനിൽക്കുന്നു എന്നതാണ് സത്യം. ഒരു വലിയ ബുള്ളിഷിലേക്കൊന്നും മാർക്കറ്റ് പെട്ടെന്ന് തിരിച്ചു പോയി എന്ന് ഇതൊന്നും വെച്ച് നമുക്ക് കാണുവാനും സാധിക്കുന്നില്ല. തീർച്ചയായിട്ടും ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റകൾ വെച്ച് ഇതുപോലെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും എന്ന് മാത്രം. നമ്മൾ OA ബിൽഡപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് പ്രത്യേകിച്ച് OA ബിൽഡപ്പിനെ കുറിച്ചൊന്നും നോക്കിയിട്ട് കാര്യമില്ല. കാരണം ഒരു എക്സ്പയറി കഴിഞ്ഞ് കിടക്കുന്ന OA ബിൽഡപ്പാണ്. അത് നേരത്തെ നമ്മൾ പറയുന്നത് പോലെ തന്നെ എക്സ്പയറി കഴിഞ്ഞ OA ബിൽഡപ്പിനെ നോക്കുകയാണ് എങ്കിൽ പൂരം കഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ കിടക്കുന്ന ഒരു OA ബിൽഡപ്പാണ്. ഒന്നും മനസ്സിലാകില്ല. അപ്പോൾ നാളത്തെ ദിവസമായിരിക്കും ഇനി അടുത്ത ആഴ്ചയിലുള്ള OA ബിൽഡപ്പ് ഒക്കെ എല്ലാവരും ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കൂ, December 26 OA ബിൽഡപ്പ് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്കൊന്നും അറിയാനൊന്നുമില്ല. ഒരു ജസ്റ്റ് 24,000 ഒരു സ്ട്രാഡിൽ മാത്രമായിട്ട് നിൽക്കുന്നു. അത് പ്രത്യേകിച്ച് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. നാളത്തെ ദിവസം തീർച്ചയായിട്ടും ഇതെല്ലാം മാറി മറിയും. ഓരോ ഭാഗങ്ങളിലും ഓരോ ആളുകൾ കയറി കൂടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. മുന്നോട്ടുള്ള ദിവസങ്ങളിൽ എങ്ങനെയാവും മാർക്കറ്റിന്റെ കണ്ടീഷൻ എന്ന് വ്യക്തമായിട്ട് OA ബിൽഡപ്പ് നമുക്ക് പറഞ്ഞു തരികയും ചെയ്യുന്നതായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് നിഫ്റ്റിയുടെ ചാർട്ടിൽ ടെക്നിക്കലി എങ്ങനെയാണ് മാർക്കറ്റ് നീങ്ങാനുള്ള സാധ്യതയെന്ന് നിങ്ങൾക്ക് ഇന്ന് വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കുക. ഒരു ലോട്ടറി എടുക്കുന്ന ലാഘവത്തോടെ സ്റ്റോക്ക് മാർക്കറ്റിനെ സമീപിക്കാതിരിക്കുക. കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിച്ച് മാത്രം ചെയ്യുവാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. അപ്പോൾ നാളെ വെള്ളിയാഴ്ച നമുക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്ത ശേഷം വീണ്ടും കാണാം. അപ്പോൾ നമുക്ക് ഏറെക്കുറെ ഒരു ധാരണ കിട്ടും മാർക്കറ്റിന്റെ ഒരു സ്വഭാവം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഏറെക്കുറെ സ്വഭാവം വന്നാൽ തീർച്ചയായിട്ടും നാളെയും മാർക്കറ്റ് ഏറെക്കുറെ ഒരു കൺസോൾട്ടേഷനോ ചെറിയ രീതിയിൽ ഒന്ന് റിക്കവർ ചെയ്യാൻ ശ്രമിക്കുകയോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ഇനി അതല്ല വീണ്ടും ശക്തമായ ഒരു ക്രാഷിലേക്ക് നാളെയും വീണ്ടും പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. തീർച്ചയായിട്ടും നമുക്ക് നോക്കാം. മാർക്കറ്റാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാവർക്കും വരുന്ന ദിവസങ്ങളിൽ നല്ല പ്രോഫിറ്റബിൾ ഡേ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.